എല്ലാവരും ഒരു ഹായ് ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 131. ഓക്കെ, ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ സ്പിരിറ്റ് മൗണ്ടിന് അവിടെ സോൾ ഹാളിന്റെ ബ്രാഞ്ച് ഉണ്ട്. അങ്ങോട്ട് ശിവൻ ബാക്കോട്ടവരെത്തി. സോൾ ഹാളിന്റെ ഇൻഫർമേഷൻ ചെയ്യുന്നവരെയൊക്കെ ആന്റിനെ വെച്ച് കൊന്നുകളഞ്ഞു. അവിടെയുള്ള വഴിയിലൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. മറ്റൊരു പ്ലേസിലെത്തി. ഇനി ആ ബ്രാഞ്ചിനോട് എത്ര പേരുണ്ട് എന്നറിയാം. ഫെങ്ങിനോട് നോക്കാൻ പറയുന്നു. ഫെങ് നോക്കുമ്പോൾ ഒരുപാടധികം ഡവ് ആൻസെസ്റ്റേഴ്സ് ലെവലുള്ളവരും ഉണ്ട്. സ്ട്രെയിഞ്ചായ ഔറയോ അത് 5 ഡവ് വെനറേറ്റ് ആയവരാകണം എന്ന് പറയുകയാണ്. അവർ 4 പേര് പപ്പറ്റിനെ വെച്ച് ആ ഡവ് വെനറേറ്റ് ആയവരെ എതിർക്കാനായിട്ട് പറയുന്നുണ്ട്. അവൻ ടീച്ചറിനെ രക്ഷിക്കാനായിട്ട് പോകാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചും പോകണം. സോൾ ഹാളിൽ നിന്നുള്ള സപ്പോർട്ട് വരുന്നതിന് മുൻപേ തന്നെ സിയാനോട് എനിക്കൊരു ഹെൽപ്പ് വേണം എന്നും പറയുന്നുണ്ട്. കുറച്ചു നേരം നിന്നിട്ട് ലെറ്റ്സ് ഗോ. അതിനുശേഷം ആ ബ്രാഞ്ച് അവിടെ ഹൈ അലർട്ടായിട്ട് വന്ന പോലെ പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ആ പിടിച്ചു വെച്ചേക്കുന്നതെല്ലാം സോളാകണം. എന്തിനേലും പെട്ടെന്നാണ് ഓരോരുത്തരും വീടായിട്ട് പെടഞ്ഞ് ഡെഡായി വീഴുന്നത്. ആർക്കും മനസ്സിലായില്ല. നോക്കുമ്പോൾ അടുത്തവൻ അങ്ങനെ ചെയ്യുന്നു. അവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു സൗണ്ട് കേൾക്കാം. സിയാനോട് പറഞ്ഞത് സ്റ്റോണിറ്റി ആന്റിനെ വെച്ച് അവരെല്ലാവരെയും കൊല്ലാനായിരുന്നു. കാരണം ആ ആന്റി അത് ബോണ് വരെ തിന്നുമല്ലോ. അങ്ങോട്ട് വരുന്നവരെല്ലാവരും ഡെഡാവുന്നത് കണ്ട് അത് പറയാനായിട്ട് ഒരുത്താൻ രക്ഷപ്പെട്ടു പോകുന്നു. അതിനുള്ളിലേക്ക് കയറി അവര് കണ്ട് ആ പ്രൊട്ടക്ടർ പറയാൻ വന്നതും അവൻ ഡെഡായി വീണു. അവനിൽ നിന്ന് ആ സ്റ്റോണിറ്റി ആൻസ് പോകുന്നതാണ്ട് ഇതങ്ങനെ ബ്രേക്ക് ചെയ്തു എന്ന് ഷോക്ക്. എല്ലാവരും കെയർഫുൾ ആകാൻ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഒരുത്ത ഒറ്റ വെട്ട് എനിമി എന്ന് പറയുമ്പോൾ തന്നെ വേറൊരുത്തനും. പിന്നെ ഒരുപാട് കോട്ട അറ്റാക്ക് സോൾ ഹാളിനെ അറ്റാക്ക് ചെയ്തു വരാൻ ധൈര്യം ആർക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അങ്ങോട്ട് വരികയാണ്. ശിവനെ ബാക്കുള്ളവർ അവിടെ എത്തി. മൂഗു നീ ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല. അവർ ഡെഡായില്ലേ എന്ന് അതിശയമാണ് മൂഗുവിന്. അടുത്തുള്ള മുട്ട നീയാണെൻ്റെ ശിവൻ എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ശിവനെ അറ്റാക്ക് ചെയ്തത് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അതവ ഓർത്തു. എല്ലാത്തിനും കൊടുക്കാനുള്ള ടൈമായി. ഫെങ്ങിനെ കണ്ട് നീ ഇതിൽ ഇടപെടുമെന്ന് കരുതിയില്ല. ഫാളിംഗ് സ്റ്റാർ പോലെ നമ്മുടായിട്ട് പ്രശ്നമാകും എന്നറിയില്ലേ. ഒരു വിരട്ടൽ എന്നാണ് മനസ്സിലാക്കിയിട്ട് അതിന് ഇവർ ഇനി ഉണ്ടെങ്കിലല്ലേ എന്ന രീതിയിൽ ഞാൻ കരുതുന്നത് എൻ്റെ വിൻഡാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അത് വിടുന്നു. ശിവനോട് ഈ സമയം പോകാനായിട്ട് പറയുന്നുണ്ട്. അവൻ പോകുമ്പോൾ അറ്റാക്ക് അത് ശിവൻ തടഞ്ഞു. അവരുടെ ഫൈറ്റ് അവിടെ തുടങ്ങണം. മാസ്റ്ററിനെ രക്ഷിക്കാനായിട്ട് വരുന്നവരെ അടിച്ച് തീർപ്പിച്ച് ശിവൻ. അപ്പോൾ ആ മുട്ട ഇടയ്ക്ക് വന്ന് ആ ഹാൻഡ് പോലെയുള്ള അത് വിടുന്നു. ശിവന് റെഡ് ഫ്ലെയിമും അത് വെച്ച് ആ വന്നത് തടഞ്ഞു. ഇയാൾ കുറച്ച് ടഫാണെന്ന് അവന് മനസ്സിലായി. നീ എത്ര എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിലും ഇവിടെ അത് നടക്കില്ല എന്ന് നേരെ വന്ന് എന്ന് അപ്പോണ്ട് പപ്പറ്റ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഒരു നിൽപ്പുണ്ടാണ്. നിന്റെ ഓപ്പോണന്റ് ഞാനല്ല ഇവനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പപ്പറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങി. എങ്കിലും ശിവനെ പോകുന്നതുകൊണ്ട് തടയാൻ നോക്കി എന്നാൽ കഴിഞ്ഞില്ല. ശിവൻ പിന്നെ അകത്തേക്ക് പോവുകയാണ്. സോൾഹളുടെ പ്രൊട്ടക്റ്റേഴ്സിനോട് തടയാനായിട്ട് പറയുന്നുണ്ട്. അത് ശിവനും എതിർക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ആളുടെ പോയിസം വെച്ച് തന്നെ കുറെ പേര് ഡെഡായി. ഈ സമയം ശിവൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ അകത്തുള്ളവർ സോൾഹളിലേക്ക് ഒളിച്ചു കയറി നിനക്ക് പോകാൻ എന്ത് ധൈര്യമാണ്, അത് നിന്റെ മരണമാണ് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശിവയാൻ അതെല്ലാം എതിർത്തു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്നാൽ അവരങ്ങനെ വെറുതെ വിടാനും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്നവരോ കലവരെ നിലത്തടിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. അവൻ പവർ വെച്ച് ഒരു സ്നേഹിനുണ്ടെങ്കിൽ നിന്നേക്കാൾ ബെറ്റർ ആയത് എൻ്റെ കയ്യിലുണ്ട് എന്ന് ശിവൻ പറഞ്ഞ് ഹെവൻലി ഫ്ലെയിമായ 3000 ഫ്ലെയിമിന് വെച്ച് സ്നേഹിനെടുത്തു. എന്നിട്ട് നേരെ വിട്ട് ആസ് യൂഷ്വൽ ശിവൻ മുൻപിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവരെല്ലാവരെ കൊന്നുകളയുകയാണ്. എൻ്റെ മുൻപിൽ ഹീബിൾസ് നിൽക്കാൻ കൂടി പാടില്ല. നിന്റെയൊക്കെ മരണമാണ് ഡിസർവ് ചെയ്യുന്നത്. അത് പോരാനായിട്ട് ഓരോത്തന്നെ എടുത്ത് അലക്കുന്നുണ്ട്. സോൾ ഹാൾ പിടിച്ചു വെച്ചേക്കുന്ന പ്രസന്നേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായിട്ട് കൊന്നു കളഞ്ഞു. അപ്പോഴേക്കും ഒരുപാട് പേര് പിന്നെ വരികയാണ്. ആരെ കൊല്ലാനായിട്ട് റോളർ എടുത്ത്. ഈ സമയം ബാക്കിയുള്ളവർ അവിടെയുള്ള ഡവ് വെനറേറ്റ് ആയവരെ ഡവ് ആൻസെസ്റ്റർ ആയവരെ എല്ലാവരെയും ഫൈറ്റും ചെയ്യുന്നുണ്ട്. സിയാനെ ഹെൽപ്പ് ചെയ്ത ആ ആൻറ്റുകളി ഇഷ്യാൻ ഉപയോഗിച്ച പോയിസൺ അത് ടൈ ചെയ്യാൻ ഒരു സ്കിൽ യൂസ് ചെയ്തു. ഒരുപാട് സോഡ അതിലേക്കോട്ട് ആ പോയിസൺ കൂടി ചേർന്ന് അങ്ങനെ ഒരുപാട് പേര് കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഫെങ് മൂക്കുമായിട്ടുള്ള ഫൈറ്റ് ശിവൻ കൊല്ലവരുടെ അവിടെ ഉള്ള എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ എല്ലാവരും കൊന്നുകളഞ്ഞു. ഒക്കാടി സ്മാഷ് കൂടി കൊടുക്കുന്നുണ്ട്. ഒരുപാട് നാളെ മുമ്പാണ് ഈ സ്കിൽ യൂസ് ചെയ്തത് പോലെ. ഇത്ര ഫൈറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവനും തളർന്നു. അവസാനം അവൻ ചെന്ന് എത്തി. അവൻ കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. കാരണം അവൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് എത്തി. അവൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് അവന് കണ്ട് കുറ്റബോധ സങ്കടം എല്ലാം ഉണ്ട്. അങ്ങോട്ട് ചെല്ലുകയാണ്. മനസ്സിലെ മാസ്റ്ററിനെ ആദ്യമായിട്ട് കണ്ടത്. അതിനുശേഷം നടന്ന വഴി അവസാനം സോളുകളിലെ മൂബ് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോയതും ആർക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും അവൻ്റെ ടീച്ചർ നീയാണ് എൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, ഞാൻ പ്രൗഡാണ് എന്നൊക്കെ പറഞ്ഞത് അവൻ്റെ ഉള്ളിൽ വന്നുപോയി. അവൻ മാസ്റ്ററിൻ്റെ അടുത്തെത്തി. ഞാൻ ഇനി നിന്റെ കൂടെ ഉണ്ടായില്ല, എന്നാൽ ഫ്യൂച്ചറിൽ നീ നോക്കണം എന്ന് പറഞ്ഞ് ചിരിക്കുന്ന വോയിസ് ഉണ്ട്. അവന് അവിടെ വന്ന് കരയാമ്പോൾ മാസ്റ്റർ ഒന്നുകൂടി അടച്ചിരിക്കുക. നീ തന്നെയാണോ? അവൻ അതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് പൊട്ടിയാം എന്ന് പറഞ്ഞ ചങ്ങല ഷീൽഡ് അതെല്ലാം ബ്രേക്ക് ആക്കാൻ തുടങ്ങി. അത് പൊട്ടി. ആ ചങ്ങല പൊട്ടിയതോടെ മാസ്റ്റർ വീഴാൻ പോകുന്ന ആ ടൈം ഓടിയെന്ന് പിടിക്കുകയാണ്. മാസ്റ്ററിനെ തോട് വെച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഈ സമയം പുറത്ത് വലിയ രീതിയിൽ ഫൈറ്റ് പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും സോൾ ഹാളിലെ ഡവ് വെനറേറ്റേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഫെങ് അവരോട്
ഇന്ന് നിങ്ങൾക്കുള്ളത് എല്ലാം തരാം, അതിന് മൂവ് നിങ്ങൾ എന്തോ നന്നായിട്ട് അന്വേഷിക്കുന്നത് പോലെ അത് യാവോ തന്നെയല്ലേ. സോൾ ഹാളിലെ ചീഫ് പ്ലേസിലെ ഒരാൾ, അത്ര ഇമ്പോർട്ടൻ്റ് നിൽക്കുന്ന ഒരാൾ അത് വെറും 5 ഡൗ വെനറേറ്റ് ആയവരെ മാത്രമേ നിർത്തുന്നുള്ളൂ. അതൊട്ട് ഷോക്ക്, കാരണം ഷിയോൻ ഒറ്റയ്ക്കാണ്. ഇവർക്കിത് മുൻപേ അറിയായിരുന്നു, അത് വേറെന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെന്ന്. ഷിയോൻ മാസ്റ്ററിനെ കൊണ്ട് ഇതറിയാതെ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് കരുതിയില്ല. ഫെങ് അവനിവിടെ വന്ന് ടൈജി ഹെൽപ്പായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് അതിശയം ഒട്ടും കരുതിയില്ല. അപ്പോൾ സ്ട്രേഞ്ചായി അവർ ഫീൽ ചെയ്ത് സോൾ ഹാളിലെ എലൈറ്റ് ആ സ്ഥാനമുള്ളവർ വരികയാണെന്ന് മനസ്സിലായി. അവരവിടെ നിന്ന് സ്പീഡിന് പോകുന്നു. എന്നാൽ ഇവിടെയാണ് പ്രശ്നം, അവർ പോയ സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. റിപ്പീറ്റ് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു വോയിസ്, യാവുച്ച നിനക്ക് നല്ലൊരു ഡിസിപ്ലിനെ തന്നെ കിട്ടി, സോൾ ഹാൾ വരെ നുഴഞ്ഞു കയറി, എന്നാൽ ഇവിടെ നിന്ന് പുറത്തു പോകാൻ കരുതുന്നു. അങ്ങോട്ടൊരാൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഓൾഡ് ഗോസ്റ്റ് ചാഷിങ് എന്ന മാസ്റ്റർ. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.